ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വാസ്ലിൻ്റെ റീസെൻ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് 1 വീക്കായിട്ട് യൂസ് ചെയ്തപ്പം എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുമായിട്ട് റിവ്യൂ ഷെയർ ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് വന്നത് തന്നെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹൈ ആണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സെറമിൻ ലോഷനാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരും. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും അല്ല നമ്മുടെ സ്കിന്നിൽ ബ്രൈറ്റ്നെസ് കൊണ്ടുവരുന്നത്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് അബ്സോർവ് ചെയ്യും. നമ്മുടെ ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ഒരു മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഫ്രാഗ്രൻസിലേക്ക് കടക്കുകയാണെങ്കിൽ നല്ല അമേസിങ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഡെയിലി നമ്മൾ 2 ടൈംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ടെക്സ്ചറൊക്കെ കാണിക്കാം. ഒരു വൈറ്റ് ലൈറ്റ് ക്രീമി ടെക്സ്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അബ്സോർവ് ആവുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല അമേസിങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മസ്റ്റ് ഹാവ് മോയ്സ്ചറൈസർ ആണ്. ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന വാസ്ലിൻ ജെല്ലി കാരണമാണ് ഡീപ്പായിട്ട് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്രൈറ്റൻ ആയിട്ടുള്ള ഹെൽത്തി സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് കാരണം അവർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, വായിച്ചാൽ തന്നെ മനസ്സിലാവും. 10 into more പവർഫുൾ ദാൻ വൈറ്റമിൻ C+ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് അബ്സോർബിങ് ആണ്, നോൺ സ്റ്റിക്കി ആണ്. ഒട്ടിപ്പിടുത്തം ഒന്നുമില്ല. നമുക്ക് വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിന്നിലൊക്കെ അബ്സോർവ് ആകുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അബ്സോർബിങ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രൈറ്റൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രൈറ്റൻ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതിൽ അടങ്ങിയിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ പേര് തന്നെ ഗ്ലൂട്ടാഹൈ എന്നാണ്. സോ ഗ്ലൂട്ട എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹൈലറോൺ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. ആൻഡ് തേർഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിയാസിനമൈഡ്. ഓഫ് കോഴ്സ് നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടെ ആ ഒരു ബെനഫിറ്റ് കൊണ്ടിട്ടാണ് നമുക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള ബ്രൈറ്റൻ സ്കിൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ എത്രയാണ് ML വൈസ് എന്ന് നോക്കുകയാണെങ്കിൽ 200 ml ഓഫ് പ്രൊഡക്റ്റിന് 325 രൂപയാണ് വരുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് ഓഫേഴ്സൊക്കെ നൈക്കയിലും ആമസോണിലും ഫ്ലിപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓഫർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് റീസണായിട്ട് നൈക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 വർഷത്തെ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോഷൻ വൈസ് ആൻഡ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്ലേസിലൊന്നും ഡയറക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പറയേണ്ടത് എക്സ്റ്റേണൽ യൂസ് ഉള്ളി, അതെല്ലാവർക്കും അറിയാം. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇൻ കേസ് പലരുടെയും സ്കിന്ന് പലതാണല്ലോ, യുണീക്കാണല്ലോ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയ കാര്യം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ഭയങ്കര സ്യൂട്ടബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കൊരു എന്താ പറയുക, ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറയാമല്ലോ, ആ ഒരു സ്മെൽ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഓൾ ഡേ നമുക്കത് നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്തപ്പോൾ നമ്മൾ 2 ways യൂസ് ചെയ്യുക കേട്ടോ. മോർണിംഗ് ആൻഡ് നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുക. എനിക്ക് കുറച്ചുകൂടെ ബെനഫിഷ്യലായിട്ട് തോന്നിയത് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യൂസ് ചെയ്തോ കുഴപ്പമില്ല. നമ്മളൊന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ട്യൂബ് ബേസ് ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ വേർഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഗ്ലൂട്ടാഹൈ ഡ്യൂയി റേഡിയൻറ്റ് സെറമിൻ ലോഷനാണ്. ഇതിൻ്റെ തന്നെ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക്
അതായത് യൂട്യൂബിലും അതേപോലെ തന്നെ റിവ്യൂസൊക്കെ കണ്ടപ്പം കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്ലൂട്ടാഹയ, അതായത് ഡ്യൂയി റേഡിയൻസ് സെറമിൻ ലോഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ച് നോക്കിയത്. പക്ഷേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും അമേസിങ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫാനായി മാറി ഞാനിപ്പോൾ. അപ്പോൾ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ, അതായത് ഗ്ലൂട്ടാഹയ സെറമിൻ ലോഷൻ ഡ്യൂയി റേഡിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എവറിഡേ ഹെൽത്തി സ്കിന്നായിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റും കൊണ്ടുവരും. പിന്നെ എനിക്ക് 325 രൂപ, അതായത് 200 ml ഓഫ് പ്രൊഡക്റ്റിന് 325 രൂപ ബ്രൈറ്റും ചെയ്യുക, നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊരു സ്കിൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതോടൊപ്പം തന്നെ 10 ആക്റ്റീവ് നിയാസിനമൈഡ്, അതായത് നിയാസിനമൈഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ നിയാസിനമൈഡിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ബ്രൈറ്റും കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് നിയാസിനമൈഡ് ചെയ്യുന്നത്. സോ ബൂസ്റ്റ് സ്കിൻ നാച്ചുറൽ റേഡിയൻസ്, അതായത് സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള റേഡിയൻസ് ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിനായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയത് അതായത് 10 മോർ പവർഫുൾ എന്നാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബെസ്റ്റ് പാർട്ടായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് വാസ്ലിൻ ജെല്ലി, അതായത് മോയ്സ്ചറൈസർ ഡീപ്പായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഹൈലറോണിക് എന്ന് പറയുന്നത്, അതായത് ഹൈലറോൺ എന്ന് പറയുന്നത് നോട്ട് ടു ബൂസ്റ്റ് സ്കിൻ മോയ്സ്ചറൈസർ ഫോർ ഡ്യൂയി സ്കിൻ, അതായത് സ്കിന്നിൻ്റെ മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ SPF 30 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ വീടിനുള്ളിലാണെങ്കിൽ പോലും ഒരു SPF 30 ഉള്ള സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. ഇനി പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ SPF 30 കൊണ്ടിട്ട് നമുക്ക് മതിയാവില്ല, 50 വേണം കേട്ടോ മസ്റ്റായിട്ട്. ഇപ്പം 60 ഒക്കെ അവൈലബിൾ ആണ്. സൺസ്ക്രീനിൻ്റെ ആ ഒരു SPF ലെവൽ എന്തുമാത്രം ഹൈ ആവുന്നോ അത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പാക്കേജിങ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ബാഗ് ആണെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ ക്ലോഷർ വൈസ് നോക്കുകയാണെങ്കിൽ ഈസി ടു ഓപ്പൺ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നോസിൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിട്ട്, അതായത് ഡ്രൈനെസ് ഒക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സൊല്യൂഷനാണ് കേട്ടോ. ഗ്ലൂട്ടാഹയോ സെറമിൻ ലോഷൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഗിവ് യു ബ്രൈറ്റർ ഗ്ലോയിങ് സ്കിൻ വിത്ത് ഇറ്റ്സ് ക്ലിനിക്കലി പ്രൂവൻ ഫോർമുലയാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, സോ സേഫ് ടു യൂസ്. പിന്നെ നിയാസിനമേ ബൂസ്റ്റ് സ്കിൻ നാച്ചുറൽ റേഡിയൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുതിയ, അതായത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ ഡ്യൂയി റേഡിയൻസ് സെറമിൻ ലോഷൻ്റെ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.